ഡെന്റൽ എന്ന് പറയുന്ന സാധനത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ മറ്റാൾക്കാരും വിചാരിക്കുന്നത് ഇതൊരു വേറൊരു ഐലൻഡ് പോലെ. വായ എന്ന് പറയുന്നത് ഇതിലൊന്നും പെടുന്ന ഒരു സാധനമല്ല. ഇപ്പോഴത്തെ ന്യൂ എറയില് ഹൗ യു ലുക്ക് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയി വന്നപ്പോഴാണ് ആളുകൾ അതിലേക്ക് കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യാനും അറിവുണ്ടാക്കാനും ശ്രമിക്കുന്നത്. നമ്മളെ വാർണിംഗ് സൈൻ അല്ലേ, പുകയില ഉപയോഗിച്ചാൽ ക്യാൻസർ വരുന്നു നമ്മളെല്ലാവരും സ്കിപ്പ് ചെയ്ത് കണ്ണുമൂടുന്ന ആ പാർട്ടില് എല്ലാവരും സർജറി ചെയ്തു, പേഷ്യന്റ് രക്ഷപ്പെട്ടോ ഇല്ലയോ, ആ പേഷ്യന്റ് എങ്ങനെ ജീവിക്കുന്നതിനെ കുറിച്ച് ആരെങ്കിലും ഈ സ്ത്രീക്ക് ഒരു 50 വയസ്സുണ്ടായിരുന്നു. അവരെന്റെ അടുത്ത് വരുന്ന സമയത്ത് അവർക്ക് 36 കിലോയേ ഉള്ളൂ. ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, കാരണം ഈ പകുതി ജോ ഇല്ല. പല ആൾക്കാരും വൈകുന്നേരം ആകുമ്പോൾ പിന്നെ ഹെൽമെറ്റ് വെക്കൂല. ഈ ഹെൽമെറ്റ് വെക്കുന്നത് എന്തിനാന്നുള്ളത് മനസ്സിലാക്കി. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ തല പോകുന്നതും അതുപോലെ തന്നെ ഒരു പല്ല് പോകുന്നതും അതുപോലെ തന്നെയാണ്. പലരും ഈ അലൈനസിന്റെ ഒരു സൗകര്യം കാരണം പ്രോപ്പർ ഡയഗ്നോസിസ് വിട്ടുപോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റിപ്പീറ്റഡ് കേസസ്. അലൈനേഴ്സ് ഓർ ബ്രേസസ് ഇതിൽ ഏതാണ് ഡോക്ടർ പ്രിഫർ ചെയ്യാൻ ചോദിച്ചാൽ ഏതാ പറയാ? അലൈനർ തരുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ല് കമ്പി ഇടുന്ന സമയത്ത് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെക്കാൾ 70% കുറവാണ്. മൈൽഡ് ആൻഡ് മോഡറേറ്റ് ആൻഡ് ടു സം എക്സ്റ്റെന്റ് ഡിഫിക്കൽട്ട് കേസസ് ഓൾസോ നമുക്ക് അലൈനർ വെച്ച് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ദർ ആർ കേസസ് ആൻഡ് വേരിയേഷൻസ് വേർ അലൈനസിന് നമുക്ക് സാധാരണ ഫിക്സ്ഡ് കമ്പി വെച്ച് ചെയ്യുന്നതിന്റെ അത്ര റിസൾട്ട് തരാൻ പറ്റില്ല. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ 10 മാർക്കിന്റെ ആൻസർ തന്നു. ഇറ്റ്സ് നോട്ട് ഇനഫ് ആക്ച്വലി. നമസ്കാരം, ഡോക്ടർ സ്പീക്കിങ്ങിന്റെ 7ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സൂര്യ സുജി. നമുക്ക് വിട്ടുമാറാത്ത നടുവേദന, കഴുത്ത് വേദന ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ പല്ലിന്റെ പ്രശ്നം കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ അങ്ങനെയാണ് പ്രോസ്തോഡോണ്ടിസ്റ്റായ ഡോക്ടർ ഫ്രാങ്കോ ബാബു പറയുന്നത്. PMGയെ കുറിച്ചും ക്ലിയർ അലൈനേഴ്സിനെ കുറിച്ചും സ്മൈൽ ഡിസൈനിങ്ങിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ നമുക്ക് ഒരുപാട് താല്പര്യമുണ്ട്. ആളുകൾക്ക് ഡൗട്ട് ഉണ്ട്, പക്ഷെ ആരോട് ചോദിക്കണം എന്നുള്ളൊരു ഡൗട്ടാണ്. അപ്പോൾ നേരെ നമ്മൾ കൊണ്ടുവന്ന് നമ്മൾ എല്ലാത്തിനും സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ഫ്രാങ്കോ ബാബു ആണ്. വെൽക്കം ഡോക്ടർ. താങ്ക് യു സോ മച്ച്. ഡെന്റിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡോക്ടർ വിഭാഗമാണ് നമ്മൾ ഒരുപാട് കാലമായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ മുഖത്തിന്റെ എന്തെങ്കിലും എസ്തെറ്റിക്സ് മാറ്റണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആളുകൾ ഡെന്റിസ്റ്റുകളുടെ അടുത്തേക്ക് പോകുന്നത്? ബേസിക്കലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ബീൻ ഇൻ ടു TEDx പ്ലാറ്റ്ഫോം വേർ ഞാൻ ഈ ഡെന്റൽ എന്ന് പറയുന്ന സാധനത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ മറ്റാൾക്കാരും വിചാരിക്കുന്നത് ഇതൊരു വേറൊരു ഐലൻഡ് പോലാണ്. പല്ല് വായ എന്ന് പറയുന്നത് ഇതിലൊന്നും പെടുന്ന ഒരു സാധനമല്ല, വേറെ എവിടെ ഇരിക്കുന്ന സാധനമാണ്. അത് വേറെ പല്ലല്ലേ എന്ന് പറയും. നമ്മൾ ചവച്ചരച്ച് കഴിച്ച് വരുന്ന ആ ഫുഡ് നമ്മുടെ വയറ്റിലേക്ക് ചെന്നാലാണ് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഡൈജഷൻ വരെ നടക്കുള്ളൂ. ആ ഡൈജഷനിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രീഷൻ കിട്ടിയാലാണ് ബോഡി പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യുള്ളൂ. ഇപ്പോ ആ ഫങ്ഷനാലിറ്റി പ്രോപ്പർ ആവുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിന്റെ അല്ലെങ്കിൽ പല്ല് വായ എന്ന് പറയുന്ന സാധനം ഫേസിലിരിക്കുന്നതാണല്ലോ. ഇത് ഇല്ലാതെ ഇതിനൊന്നും ഭംഗിയിൽ നിൽക്കില്ല. ഒരാളുടെ ഫേസിന്റെ ഹൈറ്റും വിഡ്ത്തും അതിന്റെ ഫങ്ഷനാലിറ്റിയും അതിന്റെ മസിൽസിന്റെ ടൊണാലിറ്റി വരെ തീരുമാനിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള ജോ പൊസിഷൻ ആണ്. അപ്പൊ പ്രോപ്പർ ആയിട്ട് ഫോം ചെയ്യാതിരിക്കുന്ന അപ്പർ ആൻഡ് ലോവർ ജോ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഗോയിങ് ടു എഫക്ട് ദ ഫേഷ്യൽ എസ്തെറ്റിക്സ്. അപ്പം എന്താണ് ഇവിടുത്തെ പ്രശ്നം വെച്ചാൽ പല ആൾക്കാർ ഈ ഡെന്റലിനെ ഇതിലൊന്നും പെടാത്തൊരു സംഭവമായിട്ട് ചിലപ്പോൾ കാണും. പല്ല് മാത്രം 32 പല്ല്, അതിന്റെ കേടും അതിന്റെ ഗ്യാപ്പും അത് ക്ലീൻ ചെയ്യുന്നതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുകയും ഇത് വേറെ കാര്യങ്ങളായിട്ട് ബന്ധമില്ലാന്ന് കരുതി വിചാരിക്കുന്നതുകൊണ്ടാണ് ഫേസിന്റെ ഇതിലേക്ക് വരുമ്പോൾ ആൾക്കാർ ഇപ്പോ എന്താ പറയാ നോളജ് മനസ്സിലാക്കി കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ ആൾക്കാർക്ക് മനസ്സിലാക്കി തുടങ്ങിയപ്പോഴാണ് ഇതിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഇപ്പം ആൾക്കാർ റിയലൈസ് ചെയ്തുകൊണ്ട് ഡെന്റലിലേക്ക് ഒത്തിരി വരുന്നതിന്റെ കാരണം. സോ ബേസിക്കലി ഇപ്പൊ എസ്തെറ്റിക്സ് എന്ന് പറയുന്ന ഒരു സാധനം ഒരു ഗ്രേ ഏരിയ ആണ്. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് വൺ ഡിപ്പാർട്ട്മെന്റ്. അതിലിപ്പം എന്താ പറയാ ഡെന്റലിന്റെ വിഭാഗം അതിന്റെ ടോട്ടൽ സ്ട്രക്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരാളുടെ താടി വളർച്ച കുറവാണെന്നുണ്ടെങ്കിൽ അയാളുടെ താടിക്ക് നീളം ഉണ്ടാവത്തില്ല. അപ്പൊ അതിനെ ചെറുപ്പകാലത്തിൽ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്ത് ഗൈഡ് ചെയ്ത് ഒരു ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ചില ആൾക്കാർക്ക് താടിയുടെ നീളം കൂടുതലായിരിക്കും. അത് ചിലപ്പോൾ നമ്മൾ താടിയുടെ നീളം കൂടുതലെന്ന് തോന്നുന്നത് ചിലപ്പോൾ അപ്പർ ജോയുടെ വലിപ്പം കുറവായതുകൊണ്ടായിരിക്കാം. ഇത് ഐഡന്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഏരിയയിലുള്ള ഒരാള് അതിനെ കാണുകയും അതിനെ ഡയഗ്നോസ് ചെയ്യുകയും അതിന് പറ്റിയ ട്രീറ്റ്മെന്റ് പ്ലാൻ കൊടുക്കുകയും ചെയ്യണം. പക്ഷെ ഇതെന്താ കാരണം എന്ന് വെച്ചാല് പണ്ട് നമ്മുടെ ഈ ടെക്നോളജിയും സയൻസും ഒക്കെ ആളുകളിലേക്ക് എത്തുന്നതിന് മുമ്പ്
ഈ ആളുകൾക്ക് ഇതൊരു വലിയ സംഭവം അല്ലായിരുന്നു. അതെ. ഇപ്പോഴത്തെ ന്യൂ എറയില് ഹൗ യു ലുക്ക് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയി വന്നപ്പോഴാണ് ആളുകൾ അതിലേക്ക് കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യാനും അതെ. അറിവുണ്ടാക്കാനും ശ്രമിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ വർഷങ്ങൾ മുമ്പ് എഴുതിയേക്കുന്ന ആർട്ടിക്കിൾസും സംഭവങ്ങളും എടുത്ത് നോക്കുന്നത്. ഇതൊക്കെ അന്നേ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ മാതിരി ഇതിനെക്കുറിച്ച് ആളുകൾക്ക് അറിവ് ലഭിച്ചു തുടങ്ങിയത് ഇപ്പോഴായതുകൊണ്ടാണ് അങ്ങനെ ഒരു റിയലൈസേഷൻ വരുന്നത്. അപ്പം ഈ ഡെന്റിസ്ട്രി തന്നെ ഒരു 9 വിഭാഗം ഉള്ളതിൽ മാക്സിലോഫേഷ്യൽ സർജറി എന്ന് പറയുന്നത്, മാക്സിലോഫേഷ്യൽ പ്രോസ്തെറ്റിക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റുകളാണ് ഫേസിന്റെ എസ്തെറ്റിക്സ് റിലേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നത്. മനസ്സിലായി? അപ്പോൾ ഇപ്പം ഫോർ എക്സാമ്പിൾ എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ മാക്സിലോഫേഷ്യൽ പ്രോസ്തെറ്റിക്സ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. ഇപ്പൊ നമ്മൾ സിനിമയൊക്കെ കാണുന്ന സമയത്ത് തുടക്കത്തിൽ കാണിക്കുന്ന ഒരു റിസെക്ഷൻ ചെയ്തിട്ട് ചെയ്യുന്ന ഒരു സംഭവം കാണുന്നുണ്ട്. നമ്മൾ എന്താ പറയാ, തമ്പാക്ക് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ പുകയില ഉപയോഗിച്ചതിന് ശേഷം എൻ്റെ ഇത് കട്ട് ചെയ്ത് കളഞ്ഞു, ജീവിതം ഇങ്ങനെ മോശമായി എന്നുള്ളത്. എല്ലാരും സർജറി വരെ കാണുന്നുള്ളൂ. എല്ലാരും സർജറി ചെയ്തു, പേഷ്യന്റ് രക്ഷപ്പെട്ടോ ഇല്ലയോ, ആ പേഷ്യന്റ് എങ്ങനെയാ ജീവിക്കുന്നതിനെ കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെ വാർണിംഗ് സൈൻ അല്ലേ, പുകയില ഉപയോഗിച്ചാൽ ക്യാൻസർ വരുന്നു, നമ്മളെല്ലാരും സ്കിപ്പ് ചെയ്ത് കണ്ണുമൂടുന്ന ആ പാർട്ടില് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, മാക്സിമം അറിയാവുന്ന സാധനം അയാൾക്ക് സർജറി ചെയ്യണം, അയാളുടെ മുഖത്തിന്റെ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയണം. ഇത് റീപ്ലേസ് ചെയ്യുന്നത് എങ്ങനെ? അയാൾക്ക് ജീവിക്കണമല്ലോ, ജീവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ പരിപാടി ചെയ്തത്. ഇത് ചെയ്ത് കഴിഞ്ഞ് ഈ റീപ്ലേസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ മാക്സിലോഫേഷ്യൽ പ്രോസ്തെറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ആളുകളുടെ മുമ്പിലേക്ക്, അതായത് ഈ ജനറൽ പോപ്പുലേഷനിലേക്ക് അവർക്ക് ഇറങ്ങി ചെന്ന് അവർക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവർ ഡിസ്ഫിഗേർഡ് ആയിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. ഇപ്പൊ എന്റെ ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്ന ഒരു ബാംഗ്ലൂർ വെച്ച് കേസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവരോട് ഞാൻ പറഞ്ഞു, എനിക്ക് കുറച്ച് അന്ന് നമ്മൾ ഈ എസ്തെറ്റിക്സ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയാൽ മതി. അവരുടെ ആവശ്യം അതാണ്. ഈ സ്ത്രീക്ക് ഒരു 50 വയസ്സുണ്ടായിരുന്നു. അവരെന്റെ അടുത്ത് വരുന്ന സമയത്ത് അവർക്ക് 36 കിലോയേ ഉള്ളൂ. ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, കാരണം ഈ പകുതി ജോ ഇല്ല. ഇത് റീപ്ലേസ് ചെയ്യുന്നിടത്ത് അങ്ങനെ റീപ്ലേസ് ചെയ്ത് നമ്മൾ ബാംഗ്ലൂർ പ്രോസ്റ്റോഡോണ്ടിക് ഫോറത്തിൽ ഐ ഗോട്ട് എന്താ പറയാ, ഒരു ഫസ്റ്റ് പ്രൈസ് ആയിട്ട് നമ്മൾ ആ കേസ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ പേപ്പർ പ്രസന്റ് ചെയ്ത സമയത്ത് ലോങ് ബാക്ക് ഡ്യൂറിങ് മൈ സ്റ്റഡീസ്. ഇത്രയും കാര്യങ്ങളെ കുറിച്ച് സാധാരണ ആളുകൾക്ക് അറിയില്ലല്ലോ. അപ്പൊ ഈ ഫേഷ്യൽ എസ്തെറ്റിക്സിലേക്ക് വരുന്ന സമയത്ത് പല ആൾക്കാരും ഈ ഭംഗിയുള്ള ആൾക്കാർ കൂടുതൽ ഭംഗിയാവാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ആൾക്കാർക്ക് അറിയൂ. ഇതിൽ വേറൊരു വശം കൂടെ ഉണ്ട്. ഇത് ബേസിക്കലി ആൾക്കാർക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള മറ്റൊരു വശം എന്ന് പറഞ്ഞാൽ ഇതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടതുണ്ട്. അതില് ഒരു പല്ല് മിസ്സാവുന്നതും ഇമ്പോർട്ടന്റാ. ഇപ്പൊ സിമ്പിൾ ആയിട്ടുള്ള നല്ല ഭംഗിയുണ്ട്, ഒരു പല്ല് ഫ്രണ്ടിൽ ഇല്ല, ചിരിക്കാൻ പറ്റുമോ? കോൺഫിഡൻസ് പോയി, എല്ലാം പോയി. കാരണം ചിലപ്പോൾ അവർ മിണ്ടത്തില്ല. പല ആൾക്കാരും നമ്മള് ഇപ്പം വളരെ സീരിയസ് ആണ്, ഞാൻ സംസാരിക്കുമ്പോൾ ഭയങ്കര സീരിയസ് ആണ്. ഇപ്പൊ എനിക്ക് വരുന്ന കേസസ് എല്ലാവരും തന്നെ വേറൊരു രീതിയിലാണ്. ഇപ്പൊ നമ്മുടെ അവിടെ വർക്ക് ചെയ്യാൻ വരുന്ന ഡോക്ടേഴ്സ് തന്നെ എന്നോട് സംസാരിക്കുമ്പോൾ ഇവിടെ വരുന്ന പേഷ്യൻസിന്റെ കംപ്ലൈന്റ്സ് ഡിഫറെന്റാ. ചീഫ് കംപ്ലൈന്റ് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ നോക്കും. അപ്പൊ ചീഫ് കംപ്ലൈന്റിൽ എനിക്ക് ഐ എം നോട്ട് കോൺഫിഡൻറ്റ് ടു സ്മൈൽ എന്ന് പറഞ്ഞ ഒരു റെഗുലർ ചീഫ് കംപ്ലൈന്റ് അല്ല നമ്മൾ പഠിക്കുന്ന സമയത്ത് ഡെന്റലിൽ വരുന്നത്. അപ്പൊ അതില് ചില ആൾക്കാർ ഐ എം നോട്ട് കോൺഫിഡൻറ്റ് വിത്ത് മൈ സ്മൈൽ എന്ന് പറയും. ഇതില് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ കോൺഫിഡൻസ് എന്ന് പറയുന്ന സാധനം വരുന്നതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഡെന്റൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം തന്നെയാണ്. ഇപ്പൊ പല്ല് പൊങ്ങിയിരിക്കുന്ന ഒരാൾക്ക് നമ്മൾ എന്തൊക്കെ ഫേസിൽ ചെയ്തു എന്ന് പറഞ്ഞാലും ആ ഒരു സാധനം കറക്റ്റ് ചെയ്യാതെ അവരുടെ എസ്തെറ്റിക്സ് കംപ്ലീറ്റ് ആവില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പോഴത്തെ ഒരു പുതിയ സാഹചര്യത്തില് ഇപ്പൊ ഫേസിന്റെ ഒരു ഭംഗിനെ കുറിച്ച് വരുന്ന സമയത്ത് ഡെന്റൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമായിട്ടിരിക്കുന്നത്. ആൻഡ് ഇപ്പോഴത്തെ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ അപ്പിയറൻസ് ഇപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോഷ്യൽ മീഡിയ വരുന്നു, പല ആൾക്കാരും ഫോട്ടോസ് എടുക്കുന്നു. പല ആൾക്കാരും പറയും എനിക്ക് ഫ്രണ്ട് ക്യാമറയിൽ എടുക്കുമ്പോൾ കുഴപ്പമില്ല, ബാക്ക് ക്യാമറയിൽ എടുക്കുമ്പോൾ ശരിയല്ല. അപ്പൊ എല്ലാരും കൺസേൺഡ് ആണ്. അപ്പൊ അതില് പണ്ടുണ്ടായിരുന്നതിനേക്കാളും ഒരു 10 times കൂടുതലാണ് ഇപ്പൊ ആൾക്കാർക്ക് അവരുടെ അപ്പിയറൻസ് ഒന്ന് ക്ലിയർ ആക്കുക എന്നുള്ളത്. ഭയങ്കര ഭംഗി എന്നുള്ളതല്ല, ബാലൻസ്ഡ് ആൻഡ് കൺവീനിയന്റ്, ഒരു കംഫർട്ടബിൾ ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഡെന്റിസ്ട്രി ഇപ്പം ആ രീതിയിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ചും കൂടെ എസ്തെറ്റിക്സ് സപ്പോർട്ടീവായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര, ഞാൻ വിചാരിച്ചു വളരെ ചെറിയ ആൻസർ ആയിരിക്കുന്നു. ഭയങ്കര ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ 10 മാർക്കിന്റെ ആൻസർ തന്നു. കാരണം വെച്ചാൽ ഇറ്റ്സ് നോട്ട് ഇനഫ് ആക്ച്വലി. കാരണം വെച്ചാല്
ഇതിൽ കുറെ എഡ്യൂക്കേഷന്റെയും അണ്ടർസ്റ്റാൻഡിങ്ങിന്റെയും ഒക്കെ ഉണ്ട്, ഫാക്ടേഴ്സ് ഉണ്ട് ബേസിക്കലി. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് പറഞ്ഞു കിട്ടിയത്. നിങ്ങളത് ആവശ്യം പോലെ കാര്യങ്ങൾ യൂസ് ചെയ്യുക. ഇപ്പൊ ഡോക്ടർ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളിപ്പോ സിനിമ കാണിക്കുന്നതിനേക്കാൾ മുന്നേ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് എന്ന് പറഞ്ഞിട്ടുള്ള പരസ്യം കാണിക്കും. അപ്പൊ അതില് എന്റെ ഭർത്താവ് 5 വർഷമായി കണ്ടിന്യൂസ്ലി പുകയിൽ ഉപയോഗിക്കുന്നു, ഇപ്പോ വായിൽ ട്യൂമർ ആണ്, അപ്പൊ ഇനി ഇത് എങ്ങനെ റിമൂവ് ചെയ്യണം നമുക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു പരസ്യം കാണുമ്പോൾ നമ്മളിങ്ങനെ അത് നമുക്ക് കാണുമ്പോൾ അത് കണ്ടിരിക്കാൻ പറ്റില്ല. കാരണം അത്രയും ഒരു മോശാവസ്ഥയിലാണ് അതുള്ളത്. ചിലപ്പോൾ ഭയങ്കര സ്മോക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും ഇത് കണ്ടിട്ട് ഒന്ന് പോയി സിഗരറ്റ് വലിച്ചിട്ട് വരാമെന്ന് പോലും പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം എങ്ങനെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യുക ഇപ്പോ ഡോക്ടർ പറഞ്ഞൊരു മെത്തേഡിലാണെങ്കിൽ? എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഇവരെ നോർമലി ഒരു ഡോക്ടറാണ് ഓപ്പറേറ്റ് ചെയ്യാന്നുള്ളത്. ഇപ്പൊ ഡോക്ടർ പറഞ്ഞു ഇതിലിപ്പോ മാക്സിലോഫേഷ്യൽ സർജൻസ് ആണ് ഈ ഇതിന്റെ സർജിക്കൽ പാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഒരു റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞ സംഭവം ഇല്ലാതെ, ഇപ്പൊ ഒരു കാല് മുറിച്ച് കളയുന്നു ഒരാൾക്ക്, ഒരു ഡയബറ്റീസ് വന്നിട്ടോ അല്ലെങ്കിൽ ഒരു സർജറി എന്തെങ്കിലും കാരണവശാൽ റോഡ് ട്രാഫിക് ആക്സിഡന്റിലോ ഒരാൾക്ക് ഒരു കാല് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അയാൾക്ക് നോർമലി ജീവിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു കാല് വെക്കണം, ഒരു പ്രോസ്തെറ്റിക് കാല് വെക്കണം. അപ്പൊ അതുപോലെ തന്നെ ഫേസിന്റെ പാർട്ടിൽ വരുന്ന സമയത്ത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഫങ്ഷൻ, കുറച്ചും കൂടെ എസ്തെറ്റിക്സിന്റെ പാർട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് നമുക്കിപ്പോ മുകളിൽ ഇപ്പൊ ഒരു ക്യാൻസർ വന്നേക്കുന്ന ആൾക്കാർ, പല ആൾക്കാരുടെയും അപ്പർ ജോ കംപ്ലീറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ മുഖം ഒട്ടിപ്പോകും, അവരെ മനുഷ്യരായിട്ട് തോന്നുന്നില്ല, ദേ ലുക്ക് ലൈക്ക് ഏലിയൻസ്. ഓക്കെ, സോ ഇതിനെ നമ്മൾ നാച്ചുറൽ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രോസ്തെറ്റിക് ഇത് ആവശ്യമാണ്. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ ഇത് കാണുന്നുള്ളതിനൊക്കെ കൂടുതൽ നമ്മൾ ഇത് അവോയ്ഡ് ചെയ്യാന്നുള്ളതാണ് ഇതിലെ മെയിൻ കാര്യം. അങ്ങനെ നമുക്ക് കാർസിനോജനിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നമുക്ക് നമ്മുടെ ഇതിലുണ്ടെങ്കിൽ അത് നിർത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു പബ്ലിക് അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് ആ പരസ്യം ഇടുന്നത്. പരസ്യമല്ല, ഇറ്റ്സ് ആൻ അവയർനെസ് വീഡിയോ. കാരണം ഇറ്റ്സ് നോട്ട് ഈസി. ഇപ്പൊ നമുക്കാണെങ്കിൽ കൂടെ അങ്ങനെ ഒരു കേസ് വന്നാൽ അത് ഇറ്റ്സ് നോട്ട് എ റെഗുലർ കേസ്, ഒരു സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കേസല്ല. അതുകൊണ്ടാണ് ഞാൻ കണക്ട് ചെയ്തുകൊണ്ട് ഒരു പല്ല് നഷ്ടപ്പെട്ടാൽ എന്ത് വരും എന്നുള്ളത് ഞാൻ പറഞ്ഞത്. കാരണം ഇപ്പൊ ഒരാളുടെ ഇപ്പം നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ഹെൽമെറ്റ് ധരിക്കണം എന്ന് പറയുന്നത്, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ തല പോകുന്നതും അതുപോലെ തന്നെ ഒരു പല്ല് പോകുന്നതും അതുപോലെ തന്നെയാണ്. ഇപ്പൊ ഒരു സൈക്കിളിൽ നിന്ന് വീണ് പല്ല് ഒടിഞ്ഞു പോയിക്കുന്ന എത്ര പേരുണ്ട്, അല്ലെങ്കിൽ ബൈക്കിൽ നിന്ന് വീണ് പല്ല് ഒടിഞ്ഞു പോയിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പൊ ഇതില് പല്ലും എല്ലും ഇതൊക്കെ ഇതിൽ പെടുന്നതാണ്. അപ്പം റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് ഈ പാർട്ട് റീപ്ലേസ് ചെയ്യാന്നുള്ള ഒരു ആ ഒരു ഏരിയയാണ് ഞാൻ നോക്കുന്നത്. അപ്പം അവയർനെസ്സിനെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കി ചെയ്യാം. പല ആൾക്കാരും വൈകുന്നേരം ആകുമ്പം പിന്നെ ഹെൽമെറ്റ് വെക്കൂല, മനസ്സിലായി ഹെൽമെറ്റ് വെക്കുന്ന എന്തിനാന്നുള്ളത് മനസ്സിലാക്കണം. ഇതിൽ ജസ്റ്റ് ജീവൻ മാത്രമല്ല, ജീവൻ എന്ത് കാര്യം. ഇപ്പൊ നമുക്കൊരു ചെറിയ വിരൽ മുറിഞ്ഞു കഴിഞ്ഞാൽ അന്ന് വരെ ആ വിരലിന് ഒരു ഇമ്പോർട്ടന്റ് ഒന്നും തോന്നില്ല, അന്ന് ആ വിരലിൽ എന്തിനു പറ്റി കഴിഞ്ഞാലാണ് നമുക്ക് മനസ്സിലാവണം. അതുപോലെ തന്നെയാണ് ഒരു പല്ലിന്റെ ഒരു ഭാഗം ഒടിഞ്ഞു പോയാൽ പോലും ചിലപ്പം നമ്മളെ എഫക്ട് ചെയ്യുന്നത്. സോ ഇറ്റ്സ് ഫോർ അവയർനെസ്. ഇപ്പൊ അലൈനേഴ്സിന്റെ ഒരു കാലാണ്. അപ്പോ ഇനിയുള്ള ലോകം അലൈനേഴ്സിന്റെ ലോകമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ കൃത്യമായിട്ട്? അലൈനേഴ്സ് വളരെ ഒരു ബൂമിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു ട്രെൻഡാണ്. ഇറ്റ്സ് എ ട്രെൻഡ് ആക്ച്വലി. അലൈനേഴ്സ് ഞാൻ ഐ ബീൻ ഡൂയിങ് അലൈനേഴ്സ് ഫോർ ലൈക്ക് 4 years now, 4-5 years ആയിട്ട് നമ്മൾ വളരെ ഇന്റൻസീവ് ആയിട്ട് നമ്മൾ അലൈനേഴ്സ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്ന വൺ ഓഫ് ദ ഫസ്റ്റ് റീൽസ് ദാറ്റ് വി പുട്ട് ഫോർ അലൈനേഴ്സ് ആണ് ആദ്യമായിട്ട് ഇച്ചിരി വൈറലായ ഒരു റീല് തന്നെ. ഓൾമോസ്റ്റ് 4 million 6 million 2 പ്രാവശ്യം വന്നിട്ടുള്ള അലൈനർ റീലും കൂടാണ്. സോ ബേസിക്കലി അലൈനേഴ്സ് നമുക്ക് നമ്മുടെ ലൈഫ് ഈസി ആക്കുവാണ്. ഓക്കെ, സോ അലൈനേഴ്സിന്റെ ലോകം എന്ന് നമുക്ക് പറയാൻ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് കറക്റ്റ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അലൈനേഴ്സ് വെച്ചിട്ട് ഈ ഒരു പല്ലിന്റെ മാലക്ലൂഷൻ, അത് പല്ലിന്റെ നേരെ തെറ്റിയിരിക്കുന്നതോ ഗ്യാപ്പിന്റെയോ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാത്തിനും തന്നെ ഒരു വലിയൊരു ശതമാനം നമുക്ക് അലൈനർ വെച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ഫിക്സ്ഡ് ഓർത്തോനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാനും പറ്റത്തില്ല. മനസ്സിലായോ? നമ്മളിപ്പോ ഒരു കേസിനെ ഡിവൈഡ് ചെയ്യുകയാണ്, ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് ഇപ്പൊ ആസ് എ ലേമൻ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, മൈൽഡ്, മോഡറേറ്റ്, ഡിഫിക്കൽട്ട്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനത്തെ കേസസ് വരുമ്പോൾ ഈ മൈൽഡ് ആൻഡ് മോഡറേറ്റ് ആൻഡ് ടു സം എക്സ്റ്റെന്റ് ഡിഫിക്കൽട്ട് കേസസ് ഓൾസോ നമുക്ക് അലൈനർ വെച്ച് ട്രീറ്റ് ചെയ്യാൻ പറ്റും. There are cases and variations where അലൈനേഴ്സിന് നമുക്ക് സാധാരണ ഫിക്സ്ഡ് കമ്പി വെച്ച് ചെയ്യുന്നതിന്റെ അത്ര റിസൾട്ട് തരാൻ പറ്റില്ല. ഓക്കെ, ബട്ട് നമുക്കിത് ബേസിക്കലി നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ അലൈനേഴ്സിനെ യൂസ് ചെയ്യുന്നത് ഒരു ഡോക്ടറിന്റെ അടുത്ത് പോകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും സൗകര്യത്തിന് വേണ്ടിയിട്ടും ചെയ്യുന്നതാണ്. പക്ഷെ നമുക്ക് റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടാണ് ശരിക്കും നമ്മൾ ഇതിനെ കാണേണ്ടത്. പല്ലിന്റെ നിര തെറ്റിയേക്കുന്നതിനോ ഗ്യാപ്പ് വരുന്നതിനോ ഒക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
ചെയ്യുന്ന കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ശരിക്കും ബേസിക്കലി. അപ്പോൾ അലൈനേഴ്സ് വരുന്ന സമയത്ത് ഇത് വളരെ ഈസി ആക്കുന്നുണ്ട്. പക്ഷെ ചില കേസുകളിൽ നമുക്ക് ശരിക്കും ഇതിന് ആദ്യം ആവശ്യമുള്ളത് ഒരു പ്രോപ്പർ ഡയഗ്നോസിസ് ആണ്. ഇത് എന്താ കാര്യം എന്ന് വെച്ചാൽ ഇറ്റ് ലുക്സ് വെരി സിമ്പിൾ, പക്ഷെ ആ കേസിന്റെ പലരും ഈ അലൈനേഴ്സിന്റെ ഒരു സൗകര്യം കാരണം പ്രോപ്പർ ഡയഗ്നോസിസ് വിട്ടുപോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റിപ്പീറ്റഡ് കേസസ് വരാറുണ്ട്. ഒത്തിരി കേസ് ഞാൻ അവിടെ ചെയ്തതാണ്, ഞാൻ അലൈനർ ചെയ്തതാണ് ഒരു പ്രാവശ്യം, എന്നിട്ട് ഇപ്പൊ ഇങ്ങനെ വന്നു, പിന്നെയും പല്ല് പൊങ്ങിയിട്ടുണ്ട്. അവരതിന്റെ അണ്ടർലൈൻ കാരണം അപ്പൊ ഞാൻ ചോദിച്ചു മുമ്പ് പല്ല് കമ്പിയിട്ടിട്ടുണ്ടോ? മുമ്പ് കമ്പിയിട്ടിട്ടുണ്ട്, അപ്പോഴും ആ പ്രശ്നവും പിന്നെയും പല്ല് പൊങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ അലൈനറിന്റെ ഒരു സൗകര്യം കാരണം ഇത് വളരെ സ്കാൻ ചെയ്യുന്നു, പെട്ടെന്ന് അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നു, വെച്ചു കൊടുക്കുന്നു, എളുപ്പത്തിന് അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ ഇത് ഈ ട്രെൻഡിന്റെ പുറകെ പോകുമ്പോൾ ഈ ഡയഗ്നോസിസ് വിട്ടുപോവുക എന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. അത് പേഷ്യൻസിനും ആവശ്യം പെട്ടെന്ന് ചെയ്ത് കിട്ടാന്നുള്ളതാണ്. എന്നാൽ ഈ ട്രീറ്റ്മെന്റ് എഫക്റ്റീവ്ലി ചെയ്യാന്നുണ്ടെങ്കിൽ പ്രോപ്പർ ഡയഗ്നോസിസ് ആവശ്യമാണ്. പ്രോപ്പർ ഡയഗ്നോസിസും ട്രീറ്റ്മെന്റ് പ്ലാനും ഇല്ലാന്നുണ്ടെങ്കിൽ ഈ അലൈനർ വെച്ചിട്ട് പ്രത്യേകിച്ച് ഗുണം ഉണ്ടാവില്ല. നമ്മളത് തീർന്നു കഴിഞ്ഞ് പിന്നെ തിരിച്ചു വന്നു കഴിയുമ്പോൾ പിന്നെ അത് തിരിച്ചു വന്നു കഴിയുമ്പോൾ പിന്നെ എങ്ങനെ പിന്നെ അലൈനറിനെ വിശ്വസിക്കും? അത് അലൈനറിന്റെ മിസ്റ്റേക്ക് ആണോ, അത് പ്ലാനിങ് ചെയ്തതിന്റെ മിസ്റ്റേക്ക് ആണോ, അത് ഡയഗ്നോസ് ചെയ്യാത്തതാണോ? ഇറ്റ് ബിക്കംസ് ആൻ ഈസി വേ ഫോർ മേക്കിംഗ് മണി. അതുകൊണ്ട് കേട്ടോ അലൈനർ ട്രെൻഡ് ആണോ എന്ന് വെച്ചാൽ to an extent it is a trend, but it is a very good tool. പക്ഷെ അതിനെ പ്രോപ്പർ ആയിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ you should know what you are doing. അലൈനേഴ്സ് ആണോ ബ്രേസസ് ആണോ നല്ലത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഡോക്ടർ തന്നെ പറഞ്ഞു അലൈനർ ഇപ്പോൾ ഒരു ട്രെൻഡ് ആണ്, ആളുകൾക്ക് ഏറ്റവും ഈസി ആയിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. ഇൻവിസിബിൾ അലൈനേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ പല്ല് കമ്പിയിട്ട് ആ ഒരു ചളിപ്പോ ഒരു ചമ്മലോ ഒന്നുമില്ല, ആരും കാണൂല്ല, എല്ലാം വളരെ ഈസിയാണ് അലൈനേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അലൈനേഴ്സ് ഓർ ബ്രേസസ് ഇതിൽ ഏതാണ് ഡോക്ടർ പ്രിഫർ ചെയ്യാൻ ചോദിച്ചാൽ ഏതാ പറയാ? സൂര്യയോട് ഞാൻ ചോദിക്കുകയാണ്. സൂര്യ ആളുകളെയൊക്കെ ഇന്റർവ്യൂ ചെയ്യുന്ന ആളാണ്, സ്ഥിരമായിട്ട് ക്യാമറയിൽ കാണുന്ന ആളാണ്, ടി വിയിൽ കാണുന്ന ആളാണ്, യൂട്യൂബിൽ കാണുന്ന ആളാണ്. ഡു യു പ്രിഫർ ടു ഷോ യുവർ ടീത്ത് വിത്ത് ബ്രേസസ് ഓർ വിത്തൗട്ട് ബ്രേസസ്? എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് ബ്രേസസ് പറയാം. കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ, അതായത് എനിക്ക് ഐ ഹാവ് അതർ ഇന്റർവ്യൂവേഴ്സ് ഓർ ആർട്ടിസ്റ്റ് ഹു കം ടു ദ ക്ലിനിക് ഹു സേ ദാറ്റ് അവർക്ക് ഷൂട്ടുണ്ട്, ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റത്തില്ല, അപ്പൊ എനിക്ക് അലൈനർ ആയിരിക്കില്ല നല്ലത്. സിമ്പിൾ, ദാറ്റ് ഈസ് ദി ആൻസർ. പേഴ്സണൽ ചോയ്സ് ഉണ്ട് അതില്. ഏതാണ് എഫക്റ്റീവ് എന്ന് വെച്ചാൽ രണ്ടിനും ഒരേ ആക്ഷൻ ആണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഗോൾ സെയിം ആണ്. ഇപ്പൊ നമുക്ക് അലൈനർ തരുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ല് കമ്പി ഇടുന്ന സമയത്ത് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെക്കാൾ 70% കുറവാണ് അലൈനേഴ്സ് ഇടുമ്പോൾ. ബിക്കോസ് ഇപ്പൊ നമ്മൾ പല്ല് കമ്പി ഇട്ടിട്ട് ചുണ്ട് പൊട്ടുക, മോണ പൊട്ടുക, അവിടെ ഇവിടെ കൊള്ളുക, പിന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഫുഡ് കയറിയിരിക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ സാധാരണ പല്ല് കമ്പി ഇടുന്നതിനുണ്ട്. ഇതിനെയൊക്കെ വളരെയധികം, അതായത് അലൈനേഴ്സ് ഊരിയിട്ട് നോർമൽ ഭക്ഷണം കഴിക്കുന്ന പോലെ ഭക്ഷണം കഴിക്കാം. ആൾക്കാരുടെ മുമ്പിൽ പോകുന്ന സമയത്ത് അലൈനേഴ്സ് ഇപ്പൊ ട്രെൻഡ് ആയതുകൊണ്ട് ട്രെൻഡി ആയിട്ട് നടക്കാം. ചിരിക്കുന്ന സമയത്ത് കുറച്ച് ഗ്ലിറ്ററി ആയിട്ട് ഫീൽ ചെയ്യും, സൗകര്യമായിട്ട് മൂവ്മെന്റ് നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കൺവീനിയൻസ് വെച്ച് നോക്കുന്ന സമയത്ത് അലൈനേഴ്സ് ആർ വെരി ഗുഡ്. അലൈനേഴ്സ് അതുപോലെ തന്നെ വളരെ ഫിക്സ്ഡ് മൂവ്മെന്റ്സ് ആണ്, അതിന് വളരെ കൃത്യം മൂവ്മെന്റ്സ് ആണ്. ഒരു പക്ഷെ പല്ല് കമ്പി ഇടുന്നതിനേക്കാളും കറക്റ്റ് ആയിട്ട് ഇതിൽ മൂവ്മെന്റ് നടക്കും. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ല് കമ്പി ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ഡോക്ടറെ കാണാൻ പോകണം. ഇഫ് യു ആർ റിയലി ബിസി വിത്ത് തിങ്സ്, നിങ്ങൾ ഭയങ്കര ബിസിയാണ്, നിങ്ങൾ ഇന്ന് ഷൂട്ട് ഇവിടെയാണ്, അടുത്ത ദിവസം വേറൊരു സ്ഥലത്താണ് ഷൂട്ട്, അടുത്ത ദിവസം വേറൊരു കൺട്രിയിലാണ് ഷൂട്ട്, പോട്ടെ, നിങ്ങൾ ഇന്ത്യയിലുള്ള ആളല്ല, പുറത്ത് പോയിട്ട് ഒരു 6 ലക്ഷം രൂപ 8 ലക്ഷം രൂപയ്ക്ക് പല്ല് കമ്പിയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാൻ നിങ്ങൾക്ക് വയ്യ. Just think, you cannot afford that. Not you, I'm saying somebody who wants to get it done. അവർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ അവർക്ക് ട്രീറ്റ്മെന്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അലൈനേഴ്സ് ആർ ദ ബെസ്റ്റ് ചോയ്സ് അങ്ങനെയൊക്കെ വരുമ്പോൾ. പക്ഷേ ഇന്ന് ഒരു മൂഡിന് വന്നിട്ട് ഈ അലൈനർ ചെയ്തു, 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി, അന്ന് എടുക്കാൻ മറന്നുപോയി. ആ സാധനം അവിടെ വെച്ചാണ് കാണാനുള്ള, ഞാനൊന്നും ശ്രദ്ധിക്കണില്ല. 2 ദിവസം വെച്ചു, ഒരു സുഖം തോന്നിയില്ല, പിന്നെ വെച്ചിട്ടില്ല. അല്ലെങ്കിൽ എന്താ പറയാ, കുറച്ച് ദിവസം വെച്ച് ഇനി കുറച്ച് ദിവസം വെക്കണ്ട, അത് കഴിഞ്ഞിട്ട് പിന്നെ വെക്കാം. അങ്ങനെയൊക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ട്രീറ്റ്മെന്റ് നടക്കൂല. നിങ്ങൾ എത്ര രൂപ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഏറ്റവും കൂടിയ അലൈനേഴ്സ് ഇട്ടാലും റിസൾട്ട് വന്നുന്നില്ല. അപ്പോൾ ട്രീറ്റ്മെന്റ് റിസൾട്ട് ഈസ് ടോട്ടലി ഡിപ്പെൻഡ് ഓൺ ദ പേഷ്യന്റ്. ട്രീറ്റ്മെന്റ് പ്ലാനിങ് ഡോക്ടേഴ്സ് ആണ്. നമ്മൾ AI വെച്ചുകൊണ്ടും ഭയങ്കര അഡ്വാൻസ് ടെക്നോളജി വെച്ചുകൊണ്ട് ഇതിന്റെ പ്രൊജക്ഷൻസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. വി ആർ ഷുവർ ദാറ്റ് വിത്ത് ദ വെരി റൈറ്റ് മെറ്റീരിയൽ ആൻഡ് ദ
ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻ, സെലക്ഷൻ ഓഫ് പേഷ്യൻ്റ് ഒക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് റിസൾട്ട് അലൈന് തരാൻ പറ്റും. ബട്ട് ഇഫ് യു ഡോണ്ട് വെയർ ഇറ്റ് പ്രോപ്പർലി റിസൾട്ട് ഇല്ല. പല്ല് കമ്പിയിടുമ്പോ അങ്ങനെയല്ല. പല്ല് കമ്പിയിട്ടിട്ടുണ്ട്, ഈ ദിവസം പോണം, നമുക്ക് പോയാൽ ഡോക്ടറെ കണ്ട് ഡോക്ടർ അത് കൃത്യമായിട്ട് ചെയ്യിപ്പിക്കും. ഒരു സാധനം പൊട്ടിപ്പോയ ഡോക്ടർ ചീത്ത പറയും. ഈ സാധനം പിന്നെയും വെച്ച് കറക്റ്റ് മൂവ്മെന്റ് കൊണ്ടുവന്ന് ഡോക്ടർ കാണുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ പറ്റുന്ന, അല്ലെങ്കിൽ ഈ പേഷ്യന്റിന് ഈ സമയത്ത് ബൈറ്റ് ഇങ്ങനെ കൊണ്ടാൽ പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞാൽ അതിനനുസരിച്ച് അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇതിനെ ഫുള്ളായിട്ട് ഒരു സ്പെഷ്യലിസ്റ്റ് കണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് ആ അഡ്വാൻറ്റേജ് ഉണ്ട്. ഒരു ഡോക്ടർ കണ്ടുകൊണ്ടിരിക്കുക ഫുൾ കേസ്, അങ്ങനെ അഡ്വാൻറ്റേജ് ഫിക്സ്ഡ് ഓർത്തോയ്ക്ക് ഉണ്ട്. മനസ്സിലായോ? പക്ഷെ കൺവീനിയൻസ് ഇല്ല. അപ്പൊ നമ്മളിപ്പോ ഇതിൽ ഏതാ നല്ലതെന്ന് പറയുന്നത്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കേസ്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പേഷ്യന്റ്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ലോട്ട് ഓഫ് അതർ തിങ്സ് ലൈക്ക് അവരുടെ ജോലി എന്താണ്, അവരുടെ റിക്വയർമെന്റ് എന്താണ്, അവരുടെ അവൈലബിലിറ്റി എന്താണ്. ദുബായിൽ ഇരിക്കുന്ന ഒരു പേഷ്യന്റ് ആണ്, ഇവിടുന്ന് ട്രീറ്റ്മെന്റ് ചെയ്യണമെന്ന് ആഗ്രഹം, ഇന്ന ഡോക്ടർ ചെയ്താൽ നല്ലതാണെന്ന് അറിയാം. ഇവിടെ വന്ന് പല്ല് കമ്പി ഇടാനുള്ള സാഹചര്യം അവർക്കില്ലല്ലോ. തിങ്ക് ദുബായ് പോട്ടെ, യു ക്യാൻ ഫ്ലൈ ഡൗൺ, ബട്ട് തിങ്ക് അബൌട്ട് കാനഡ. അവിടെ തന്നെ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടാൻ ഭയങ്കര പാടാണ്. ആൻഡ് ദ പ്രൈസ് ഇസ് റിയലി ഹൈ. വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് അലൈനർ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് വിൽ ബി കറക്റ്റ്, ഇറ്റ് വിൽ ഗോ ഓൺ, ആൻഡ് ദിസ് ഈസ് വാട്ട് വി ഡു. ഒത്തിരി പേഷ്യൻസ് ഇപ്പം ഒത്തിരി ട്രാവൽ ചെയ്യുന്ന പേഷ്യന്റ് ആണ്. ഒത്തിരി ട്രാവൽ ചെയ്യുന്ന പേഷ്യൻസിന് ഒരിക്കലും ഒരു കൃത്യം ടൈമിൽ ഒരു ഡോക്ടർ ഒരു ക്ലിനിക്കിൽ അവൈലബിൾ ആയിട്ടുള്ള സമയത്ത് ചെല്ലാൻ പറ്റിയെന്ന് വരില്ല. അപ്പം ആ ട്രീറ്റ്മെന്റ് അവർ ആ കറക്ഷൻ ചെയ്യേണ്ട സമയം വിട്ടുപോയി കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ട്രീറ്റ്മെന്റേ തലതിരിഞ്ഞു പോവാം. അപ്പം ഫിക്സ്ഡ് ആയിട്ട് ചെയ്യുന്ന പല്ല് കമ്പി ബ്രേസസിൽ ഇടുന്ന സമയത്തുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ടാണ് അലൈനേഴ്സ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അലൈനറിന്റെ ടെക്നോളജി ഡെവലപ്പ് ചെയ്തേക്കുന്നത് അങ്ങനെയാണ്. അലൈനേഴ്സ് ആർ വെരി ഗുഡ്, പക്ഷെ പേഷ്യന്റ് ഇത് ഏറ്റെടുക്കേണ്ട വരും. അതായത് പല്ലിലേക്ക് ഈ സാധനം ഇടണം, സ്വിച്ച് ഇട്ട് ലൈറ്റ് എത്തി അങ്ങനെ തീരില്ല. പക്ഷെ ഈ ഇത് കൃത്യമായിട്ട് ഇടുക എന്നുള്ള ജോലി ചെയ്യാന്നുള്ളതാണ് ഇതിലെ കാര്യം. ആൻഡ് ഓൾവേസ് പ്രിഫർ എന്താ പറയുക, റെപ്യൂട്ടഡ് സിസ്റ്റം. അതായത് അത്രയധികം അലൈനർ കമ്പനീസ് ഉണ്ട്. അതായത് കുറച്ച് ആൾ ഈ ഗ്രൂപ്പിൽ വർക്ക് ചെയ്തിട്ട് ഇതിന്റെ നോഹൗ മനസ്സിലാക്കിയിട്ട് അപ്പുറത്ത് പോയിട്ട്, ബിക്കോസ് ദ ബിസിനസ് ഇസ് ഗുഡ്, അവര് ആ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് അവിടെ വർക്ക് ചെയ്യുന്നു. പക്ഷെ അവരൊരു ചീപ്പർ പ്രോഡക്റ്റാ യൂസ് ചെയ്യുന്നത്, പല്ല് മൂവ് ചെയ്യത്തില്ല. അവര് അലൈനറിൽ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് നല്ലതല്ല എന്നുണ്ടെങ്കിൽ അവര് ആ വീഡിയോയിൽ കാണിച്ചേക്കാം പല്ല് ഇങ്ങനെ വരും എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ വരുന്ന പോലെ വരും, ഇങ്ങനെ വരുന്ന മനസ്സിലാക്കിയിട്ട് ആ പേഷ്യന്റ് ചെയ്യുന്നത്. വന്നില്ലെങ്കിൽ അതിനും പല കാരണങ്ങളാണ്. അതിന് ഉപയോഗിക്കുന്ന ഒത്തിരി ന്യൂയാൻസസ് ഉണ്ട്. അതിൽ ഉപയോഗിക്കുന്ന അറ്റാച്ച്മെന്റ്സ്, അതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ, അതിന്റെ ക്വാളിറ്റി മോശമാണെന്നുണ്ടെങ്കിൽ പോയി. അപ്പം സംബഡി ഹു ജസ്റ്റ് വാണ്ട് ടു ഡു അലൈനേഴ്സ് ആൻഡ് എൻഡ് അപ്പ് യൂസിങ് എ വെരി ബാഡ് സിസ്റ്റം, റിസൾട്ട് കിട്ടത്തില്ല. പക്ഷെ പേര് മൊത്തം അലൈനറിലിരിക്കും. മനസ്സിലായോ? യെസ്. അപ്പൊ ബേസിക്കലി പേഷ്യന്റ് എത്ര റിലീജിയസ് ആയിട്ട് ഈ സാധനം ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങളുണ്ട് നമ്മൾ ഇതിന്റെ സക്സസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇതിന്റെ സക്സസ് വരുന്നത്.